കാരണം ഞാൻ വളരെ വൈകിയാണ് PSC പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് വളരെ വൈകി ഒരു 30+ ആയപ്പോഴാണ് ഞാൻ PSCക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയത്. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാനിപ്പോ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഞാനെന്നുള്ളത് പാലത്തറക്കാവിലാണ് കേട്ടോ. പാലത്തറക്കാവ് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടില് കടമ്പഴിപ്പുറം രജിസ്റ്റർ ഓഫീസിന്റെ അവിടെ നിന്ന് 200 മീറ്ററോളം ദൂരം ഈ ക്ഷേത്രത്തിലേക്കുണ്ട്. ഇത് മനോഹരമായിട്ടൊരു ക്ഷേത്രം, പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. അതുപോലെ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. ഓക്കെ. ഇതാണ് പാലത്തറ ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറം രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിന്നും 200 മീറ്റർ ദൂരം യാത്ര ചെയ്താൽ മനോഹരമായ ഈ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരാം. സ്ഥിരമായി 2 മുത്തശ്ശിമാർ ചെറുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുകാൻ പോയിരുന്നു. പ്രായാധിക്യം കാരണം പോവാൻ കഴിയാതിരുന്ന ഒരു സമയത്ത് അവർ ഇവിടെ ആലിൻ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടുവെന്നും അങ്ങനെയാണ് ഈ പ്രതിഷ്ഠ ഇവിടെ വന്നതെന്നും പറയപ്പെടുന്നു. വർഷത്തിൽ 8 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. കുംഭമാസത്തിൽ തിരുവോണം നാളിൽ കൊടിയേറി ഭരണി നാളിലാണ് ഉത്സവം അവസാനിക്കുന്നത്. ആദ്യകാലത്ത് മുൻപിലുള്ള ആൽമരത്തിന് ചുവട്ടിലായിരുന്നു പ്രതിഷ്ഠ. അന്നാട്ടിലെ ഭക്തജനങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ക്ഷേത്രം ഇന്നീ കാണുന്ന നിലയിൽ എത്തി നിൽക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും പ്രഭാത ഭക്ഷണം ഉണ്ട് എന്നുള്ളതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് ഇത് എന്ന് ഭക്തർ പറയുന്നു. അവിടുത്തെ ഭക്തജനങ്ങളുടെ അനുഭവങ്ങളും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആഗ്രഹ ഫലസിദ്ധിക്കായി ഇവിടെ കഠിന പായസം കഴിച്ചാൽ മതി എന്നും ഒരു വിശ്വാസമുണ്ട്. നമസ്കാരം. പേര്? എന്റെ പേര് രാജൻ. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ഈ ക്ഷേത്രം എനിക്ക് ഇപ്പോൾ ഒരു 60 വയസ്സ് ആവാൻ പോവുകയാണ്. എന്റെ ചെറുപ്പം കാലം മുതലേ ഞാൻ ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചു വരുന്നതും ഞാൻ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് വസിക്കുന്ന ഒരു നിവാസിയും കൂടിയാണ്. പക്ഷെ എൻ്റെ അറിവിൽ ഈ ക്ഷേത്രം ഒരു 300 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്നാണ് എൻ്റെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ള അറിവ്. ഇതിന്റെ ഒരു കേട്ട കഥകളിലോ ഒരു ചരിത്ര ഐതിഹ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയാൻ പറ്റുമോ? ഈ ക്ഷേത്രം എൻ്റെ അറിവില് എനിക്ക് എൻ്റെ തലമുറകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ ക്ഷേത്രത്തിന്റെ ഈ പരിസരത്ത് 3 തട്ടക ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു ക്ഷേത്രമായിട്ടാണ് ശ്രീ പാലത്തറ ഭഗവതി ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇതിനോടനുബന്ധിച്ച് ചെറുകുന്നത്ത് കാവ്, അതുപോലെ കുണ്ടുവമ്പാടം ചെറുകുന്നത്തുകാവ് എന്നീ ക്ഷേത്രങ്ങളും ഇതിൻ്റെ ഉപക്ഷേത്രങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പാലത്തറ ഭഗവതി ക്ഷേത്രത്തിനെ പറ്റിയിട്ടും കേട്ടിട്ടുള്ളത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ആൽമരം മാത്രമായിരുന്നു. ആ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു ചെറിയ പ്രതിഷ്ഠയോടുകൂടി ഒരു കുന്നിൻ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇന്ന് ഇവിടുത്തെ ഒരു ജനകീയ കമ്മിറ്റി, അതായത് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, മതരാഷ്ട്രീയ ഭേദമില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഒരു ജനകീയ കമ്മിറ്റിയാണ് ഇന്ന് ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെ കുറിച്ചൊന്ന് പറയാം. ഈ ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവം കുംഭഭരണിയാണ്. കുംഭഭരണി, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പാതിച്ചൊവ്വായ, ആനയൂട്ട്, കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, അതുകൂടാതെ നമ്മുടെ സരസ്വതി പൂജ, വാഹന പൂജ എന്നീ പ്രധാന വിശേഷ ദിവസങ്ങളെല്ലാം ആഘോഷിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പാലത്തറ ഭഗവതി ക്ഷേത്രം. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ രാവിലെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു. മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായ 30 ഞായറാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ലളിതാ സഹസ്രനാമ അർച്ചനയോടുകൂടി ഉച്ചഭക്ഷണവും എല്ലാ ഭക്തജനങ്ങൾക്കും വരുന്നവർക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വരുന്ന വഴിപാടുകൾ ഏതാണ്? ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്
കഠിന പായസം, രക്തപുഷ്പാഞ്ജലി, അതുപോലത്തെ ദാരികാവതം പാട്ട് എന്നീ വഴിപാടുകളാണ് മെയിനായിട്ട് ഇവിടെ നടന്നു വരുന്നത്. ഇവിടുത്തെ ഉപദേവന്മാരൊക്കെ? ഇവിടുത്തെ ഉപദേവന്മാരായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കന്നിമൂല ഗണപതി, നാഗരാജാവ് എന്നീ ഉപപ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ. പുറത്ത് കണ്ഠകർണൻ, പിന്നെ ഒരു വെളിച്ചപ്പാടിന്റെ ഒരു കുഴബിംബമായും ഒരു പാലച്ചുവട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരേണ്ട വഴികൾ ഇപ്പൊ വീഡിയോ കാണുമ്പോൾ പുറത്തുനിന്നല്ല ആളുകൾ കൂടുതൽ വരും, അപ്പൊ അവർക്ക് വരേണ്ട വഴി ഒന്ന് പറഞ്ഞു കൊടുക്കുക കൃത്യമായിട്ട്. പാലത്ര ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പാലക്കാട്ട് നിന്ന് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറം രജിസ്ട്രാർ ഫീസ് ഓഫീസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടത്തോട്ട് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ശ്രീ പാലത്ര ഭഗവതി ക്ഷേത്രം കാണാവുന്നതാണ്. അതുപോലെ തന്നെ ചെറുപ്പുളശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നവർക്കും ചെറുപ്പുളശ്ശേരി പാലക്കാട് റൂട്ടിൽ സെയിം രജിസ്റ്റർ ഓഫീസ് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു 100 മീറ്ററിന്റെ ഉള്ളിൽ ശ്രീ പാലത്ര ഭഗവതി ക്ഷേത്രം കാണാവുന്നതാണ്. ഇവിടെ രാവിലെ വൈകുന്നേരത്തും തുറക്കുമോ ക്ഷേത്രം? ഈ ക്ഷേത്രം 2 നേരവും നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. രാവിലെ 5 മണിക്കും വൈകുന്നേരം 5 മണിക്കും നട തുറന്ന് പ്രവർത്തിച്ച് നിത്യപൂജകൾ നടന്നു വരുന്നു. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടെ ശംഖാഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, അതുപോലെ തന്നെ ഉഷപൂജ, ഉച്ചപൂജയോടുകൂടെ 10-10:30 ഈ ക്ഷേത്രം നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രമാണ്. എൻ്റെ പേര് രുക്മിണിയാണ്. ഞാനിവിടെ ക്ഷേത്ര കമ്മിറ്റി അംഗത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇവിടെ മാതൃസമിതിയും കമ്മിറ്റിയും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അമ്പലമാണ്. ഞാനിവിടെ വന്നിട്ട് 2005 ഞാൻ എളമ്പലാശ്ശേരിയിൽ നിന്നും പാലത്ര ക്ഷേത്രത്തിന്റെ അടുത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയത് 16-ാം മൈലില്. എനിക്ക് എല്ലാം കൊണ്ടും നല്ല ഒരു അനുഭവമാണ്. എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നേ. നന്നായിട്ട് വിദ്യാഭ്യാസവും എല്ലാം ഭഗവതി നന്നായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ജോലി ആയി. എല്ലാം നല്ല അനുഭവമാണ് എനിക്ക് ദേവി തന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ദേശത്ത് നമ്മുടെ ദേവിയുടെ ഒരു ചൈതന്യം, ആര് വന്നു ആര് വഴിപാട് ചെയ്തു അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചു, അതൊരു ചൈതന്യമായിട്ട് തന്നെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് നമ്മളുടെ പാത്രക്കാവ്. ഒരുപാട് പൂർവികന്മാര് അവരുടെ തലമുറയായിട്ടുള്ള ചെയ്തു വന്നിട്ടുള്ള ത്യാഗങ്ങളും അവരുടേതായ അനുഭവങ്ങളും പങ്കുവെച്ചും കൊണ്ട് നമ്മുടെ ദേവി നമ്മളുടെ ഈ അമ്പലത്തിൽ കുറച്ചു കാലമായി നമ്മൾക്കൊരു ചെറിയ വെളിച്ചം വരാണ്ടായിരുന്നു. ആ വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഞാൻ 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മയ്ക്ക് 97 വയസ്സായി. ഈ ക്ഷേത്രത്തിനെ പറ്റി എൻ്റെ അമ്മയോട് ഞാൻ പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ കുട്ടിക്കാലം മുതൽ ഈ ക്ഷേത്രത്തെ പറ്റി അമ്മ പറയാറുണ്ട്. കാരണം ഈ ദേശത്തെ ഞാനൊരു കാളവേല കമ്മിറ്റി നടത്തിയിരുന്ന ഒരാളാണ്. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്ത് ഈ ഞങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞാൽ ഒരു താഴെത്തട്ട സമുദായമാണ്. ആ സമുദായത്തിൽ നിന്നുള്ള കാളകൾ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ഒരു കാലത്ത് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അന്ന് കാലത്ത് ലൈറ്റോ വെളിച്ചമോ ഒന്നും ഇല്ലാതെ ചൂട്ട് കെട്ടിയിട്ടാണ് അന്ന് ഞങ്ങൾ കാളകൾ കൊണ്ടുവന്ന് ഇവിടെ വഴിപാട് കഴിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടങ്ങളുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ പ്രഗത്ഭനായ മഹാനായ ഒരു ഉണ്ണീഷമേനോൻ ഉണ്ടായിരുന്നു. അയാളായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അതുമായി തന്നെ സാമൂതി രാജാവിൻ്റെ ഒരു അമ്പലമായിട്ടാണ് അന്ന് എൻ്റെ അമ്മ ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. അതിൻ്റെ നടത്തിപ്പ് അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലോട്ടുകളം ഗോപാലകൃഷ്ണേട്ടൻ എന്ന ചോലയങ്ങാട്ടിലെ ഗോപാലകൃഷ്ണേട്ടൻ എന്ന ആളാണ് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി. അത് എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും അത് മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ജനകീയ കമ്മിറ്റി ആണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യനിദാന ഒന്നും ഇല്ലാതെ ഒരു നിത്യനിദാനം പോലും നടത്താൻ കഴിയാത്ത ഒരു ക്ഷേത്രമായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ഈ നിലയിൽ വികസനം കൊണ്ട് നല്ല നിലയിൽ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഈ ക്ഷേത്രം നമ്മുടെ ഒറ്റപ്പാലം അല്ലെങ്കിൽ ഒരു കേരളത്തിൽ തന്നെ
ഒരു മലബാറിലെ നല്ലൊരു ക്ഷേത്രമായി മാറ്റുവാൻ കഠിന പ്രയത്നത്തിലാണ് ഈ ക്ഷേത്ര കമ്മിറ്റി പ്രയാണം തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ പേര് ഹരിദാസൻ. ഞാൻ സുമാർ 52-53 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ജനകീയ കമ്മിറ്റിയായിട്ട് രൂപീകരിച്ച് ക്ഷേത്രത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുവിധം ജനങ്ങളുടെ സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് മാത്രം പാലത്തറ ഭഗവതി ക്ഷേത്രം എന്നും ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രം എന്നും 2 പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. കുണ്ടുവമ്പാടം ആസ്ഥാനമായിട്ടാണ് ഒരു കാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നത്. 2 മുത്തശ്ശിമാർ സ്ഥിരമായിട്ട് കുണ്ടുവമ്പാടം ചെറുകുന്നത്തുകാവിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അവർക്ക് വയസ്സായി നടക്കാൻ വയ്യാതെ ആയിട്ട് ഇവിടെ ഒരു പാല ഉണ്ടായിരുന്നു. ആ പാലിന്റെ ചോട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ക്ഷീണം തീർക്കുന്ന സമയത്താണ് അവർക്ക് അരുളിപ്പാടുണ്ടായി. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അന്ന് വെറും ഒരു ആലും പാലയായിട്ട് നിന്നിരുന്നു. അതിന് ചെറിയൊരു ചുറ്റമ്പലം ഉണ്ടായിട്ട് അതിലാണ് ഭഗവതി പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് കൊല്ലത്തിൽ 7 ദിവസത്തെ 8 ദിവസത്തെ ഉത്സവം നടത്തുന്നുണ്ട്. അത് ഇന്നും അന്നും അതേമാതിരി തന്നെയാണ്. കുംഭമാസത്തിൽ തിരുവോണം നാളിൽ കൊടി കയറി ഭരണി നാളിൽ അവസാനിക്കുന്ന മാതിരിക്കാണ് ഉത്സവം ക്രമീകരിച്ചിട്ടുള്ളത്. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ പാലത്തറ ഭഗവതി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ നിലവിൽ സെക്രട്ടറിയാണ്. 2009 മുതൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഈ കമ്മിറ്റിയെ നയിക്കുവാൻ ഭഗവതി ഒരു യോഗം തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ അനുഭവത്തിൽ ഭഗവതിയെ കൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ എല്ലാം ഭഗവതി കൈ നിറയെ കൊടുക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 2 വർഷത്തിന്റെ ഉള്ളിൽ ആനക്കോട്ടിൽ പ്രദക്ഷിണ വഴി മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചു. ഇതിനൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന മരിച്ചുപോയ ഗോപക്ഷേട്ട് മൂത്തുകുട്ടൻ നായർ, പിന്നെ ഞങ്ങളോടൊപ്പം ഇന്ന് കുറച്ച് അസുഖബാധിതയായി കിടക്കുന്ന ലക്ഷ്മി ചേച്ചി, അങ്ങനെ ഞങ്ങളെ ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിട്ടുപോയ എല്ലാവരോടും ഈ അവസരത്തിൽ നാട്ടുകാരോടും മറ്റ് കാളകല കമ്മിറ്റിയോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനിയും പല ബൃഹത്തായ പ്ലാനുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ ഭഗവതി സാധിപ്പിച്ചു തരുമെന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഭഗവതിയെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവതി എന്തും നടത്തുവാൻ മുന്നിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് അനുഭവം അത് തന്നെയാണ്. ഇപ്പോൾ ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയ അന്നദാനം ഇപ്പോൾ 30 ഞായർ മലയാള മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഒരു 50 കിലോ അരിന്റെ അടുത്ത് വരെ ഭക്ഷണം ഇവിടെ ഭക്തർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ 30 ഞായറാഴ്ചയും രാവിലെ വലിയ തോതിൽ തന്നെ ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണം അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് അന്നദാനം. അന്നദാനം കൊടുത്ത ആളുകളെ ഭഗവതി ഒരിക്കലും മറക്കില്ല. അത് ഭക്തിപൂർവ്വം കഴിക്കുന്ന ആളുകളെയും ഭഗവതി മറക്കില്ല. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ തുടങ്ങി വെച്ചത്. അതിനൊക്കെ ഭഗവതിയുടെ നല്ല പിന്തുണ കൊണ്ടുകൂടി അത് നന്നായി നടത്തുവാൻ സാധിക്കുന്നു. പിന്നെ ഇവരൊക്കെ പറയാതെ വിട്ടുപോയ കാര്യം, നമ്മളെ കൂത്ത് നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പാലത്തറ. പിന്നെ ഉത്സവ സമയങ്ങളിൽ കൂത്ത് നന്നായി ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ ഈ ക്ഷേത്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എൻ്റെ ഇപ്പൊ ഇവരെല്ലാവരും പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്കൊരു 50-55 വർഷമായിട്ടുള്ള പരിചയന്റെ വെറും ഒരു ആൽവൃക്ഷവും പാലവൃക്ഷവും കൂടി മാത്രമായിട്ട് അതിൽ ഒരു പ്രതിഷ്ഠയായിട്ടുണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു അത്. അന്ന് സാമ്പത്തികമായിട്ടും ഇത് ദൈനംദിന ഇത് നടത്താൻ വേണ്ടി വളരെ കഷ്ടപ്പാടായിരുന്നു. ഒരു നേരം കഷ്ടിമുട്ടി പൂജ നടത്തിയാറുണ്ട്. അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച സ്ഥലങ്ങളെ ശ്രീമൻ ഉണ്ണീകൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ ആളുടെ അധീനത്തിലായിരുന്നു. ഈ ദേവിക്ക് ശക്തിയുണ്ട്, പക്ഷെ ജനങ്ങൾക്ക് ചെയ്യാൻ അന്നൊന്നും സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കാണ്. ഇതിന്റെ തട്ടകം ഏരിയ എന്ന് പറഞ്ഞ ഒരു 5 കിലോമീറ്റർ ചുറ്റളവ് അത്രയും വലിയ തട്ടകങ്ങളാണ്. അവിടുന്ന് കാരണം ഏറ്റവും കൂടുതൽ ശക്തിയില്ല. ഇവിടെ അടുത്തുള്ളവർക്ക് അതിനുള്ള ശക്തി ഇല്ലെങ്കിലും പുറത്ത് ഉള്ള ആൾക്കാർക്ക് നല്ല വിളിച്ചു കഴിഞ്ഞാൽ ഒപ്പം എത്തുന്ന ദേവിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അറിവിൽ ഞങ്ങളൊക്കെ ഇവിടെ ഈ അതിന്റെ ചുവടിൽ 5 വയസ്സ് മുതൽ ഞങ്ങളിവിടെ ഭജനോ കാര്യമൊക്കെ ആയിട്ട് അന്ന് ഒന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഞാനുണ്ട്, ഈ പറഞ്ഞ രാജൻ, ഞങ്ങൾക്ക് പ്രധാന ജോലി ഉത്സവത്തിന് പൂവറുത്ത് കൊണ്ടല്ലായിരുന്നു ഓരോ ഭാഗത്ത് പോയിട്ട്. അത് കഴിഞ്ഞു പിന്നീടാണ് ഇവിടെ ക്ഷേത്രത്തിന് ചെയ്യാൻ ഒരു വഴിയില്ലാത്ത കാലത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആന വന്നിട്ട് ഈ ക്ഷേത്രം ആകെ നശിപ്പിച്ചു, കൂത്തുമാടം എല്ലാം. അന്ന് അവിടെ നിന്ന് ഒരു 14,000 റുപ്യ കിട്ടിയിട്ടാണ് ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഉയർച്ചയായിട്ട് ക്ഷേത്രം ഒരു പണി കഴിച്ചത്. പിന്നീടാണ് കമ്മിറ്റിയൊക്കെ ഇതായി ജനങ്ങൾക്ക് എല്ലാവർക്കും സഹായങ്ങൾ വന്ന് ഇത്ര ഉയരങ്ങളിൽ എത്താതെ ഈ കമ്മിറ്റിയുടെ നല്ല പ്രവർത്തനമാണ്. പിന്നെ പല ആൾക്കാരൊക്കെ മരിച്ചു പോയാലും അവരെ പാരമ്പര്യം
ആയിട്ട് വന്നിട്ട് ഉള്ള ആൾക്കാരാണ് ഈ ക്ഷേത്രം നല്ല നിലയ്ക്ക് ഇത്രയും നിലയ്ക്ക് എത്താൻ ഇവിടെയുള്ള ആൾക്കാരും നാട്ടുകാരും ജനങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ടാണ് ഇത്ര ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നത്. മാത്രമേ പറയാം. ഹലോ, നമസ്കാരം. പിന്നെ ഞാൻ सुशील पांडे, हिंदी पुजारी जबलपुर मध्य प्रदेश से। और इनके इधर उम्बद कुल्लम आई 9 साल हो गए। उम्बद कुल्लम आई पालतरा भगवती का माता का पूजा कर रहा है और बाकी भगवती का शक्ति है सब पे, तो सबका जो है सहयोग से सब अच्छा चल रहा है इधर पे। और भगवती की सब कृपा है सबके ऊपर, सब बहुत अच्छा चल रहा है। और डेली का ये पूजा है। और इधर मुपट नारायचा पे भी विशेष चलता है, एल्ला नारायचा विशेष समय और बेल्याईचा चौबाईचा नारायचा विशेष समय। और भगवती का अटूट शक्ति है सब पर, बहुत अच्छा है। शुभ जय माता दी। നമസ്കാരം, എൻ്റെ പേര് ശൈലജ. ഞാനിവിടുത്തെ കഴകക്കാരിയാണ്. ഇപ്പോൾ എൻ്റെ ചെറിയച്ഛനായിരുന്നു പാരമ്പര്യമായിട്ട് കുറേ വർഷമായിട്ട് ചെറിയച്ഛൻ ഇവിടെ തന്നെ കഴകായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. എന്നാലും ചെറിയച്ഛന് ഈ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലത്തറ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശ്വാസമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഭഗവതി ഉണ്ടായിരുന്നു. ലാസ്റ്റ് തന്നെ ഇവിടുന്ന് തന്നെ വയ്യാതെ ആയതും ഹോസ്പിറ്റലിലെത്തലും മരിക്കലും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. അത്രയും വിശ്വാസമായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഭഗവതി പാലത്തറ ഭഗവതി എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവതി എന്നാണ്. എനിക്ക് പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാല കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ മാല കെട്ടണത് വലിയൊരു മാല ഭഗവതിക്ക് കെട്ടുന്നുണ്ട്. ആ മാല എത്ര പെട്ടെന്ന് അത് അത്രയും വലിയതാവുകയാണ് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത് അത്രയും എനിക്കൊരു അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ഭഗവതിയുടെ ഇഷ്ട വഴിപാടായ അന്നദാനം, എല്ലാ വിധത്തിലുള്ള അന്നദാനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അന്നദാനവും ഉണ്ടാക്കി തരുന്ന നമ്മുടെ ഏറ്റവും വയസ്സായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ 2 വാക്ക് പറയുന്നതായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് ശിവരാമൻ. ഞാൻ കുറച്ച് വർഷങ്ങളായി ഇവിടെ അന്നദാനത്തിൽ മുൻപന്തിയിൽ നിൽക്കാറുണ്ട്. അത് നല്ല രീതിയിൽ ഭഗവതിയുടെ കഴിവോടെ നടത്താറുണ്ട്. പല അത്ഭുതങ്ങളും തോന്നിയിട്ടുണ്ട്, എന്നാലും ഇതുവരെ സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. സ്വദേശം അമ്പലപ്പാറയാണ്. ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഈ അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞ സമയം മുതൽ ഞാൻ വരാറുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വൈകിയാണെങ്കിലും അത് ദൈവം സാധിച്ചു തരാറുണ്ട്. പിന്നെ വളരെ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. ഇവിടെ കുറച്ചു നേരം വന്ന് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിച്ച് നടന്ന കാര്യങ്ങൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നടന്നിട്ടുണ്ട്. കാരണം ഞാൻ വളരെ വൈകിയാണ് PSC പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞ് വളരെ വൈകി ഒരു 30+ ആയപ്പോഴാണ് ഞാൻ PSCക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാനിപ്പോ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. മിക്കവാറും ഈ വർഷം ലാസ്റ്റ് എനിക്ക് അഡ്വൈസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ ഈ ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ എന്തൊരു വിഷമം ഉണ്ടെങ്കിലും നമ്മള് ജസ്റ്റ് നമുക്കത് എങ്ങനെയും മാറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു സമാധാനം എന്ന രീതിക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിനൊരു മാറ്റം കിട്ടാറുണ്ട്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് KK ലക്ഷ്മി. ഞാൻ ശ്രീ പാലത്തറ ഭഗവതി ക്ഷേത്രത്തില് ഒരു ഖജാൻജിയായിട്ട് 15 കൊല്ലമായിട്ട് പ്രവർത്തിയെടുക്കുന്ന ആളാണ്. ക്ഷേത്രത്തിന്റെ പശ്ചാത്തലവും ക്ഷേത്രത്തിന്റെ ആധികാരികതയും എന്താണ് എന്നറിയുന്നതിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 50 കൊല്ലം എനിക്ക് നേരിട്ട് അനുഭവവും ഒരു 20 കൊല്ലത്തിന്റെ കേട്ടറിവും ഉണ്ട്. ക്ഷേത്രത്തില് മുൻകാലങ്ങളിൽ ഇവിടെ വെറും ഒരു കൽവിളക്കും ഒരു കൽമണ്ഡപവും ഒരു പാലയും മാത്രം ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിന്റെ പഴയകാല ചരിത്രം പഴമക്കാർ പറഞ്ഞതായിട്ട് എനിക്ക് ധാരാളം കേട്ടറിവും ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്ന ശേഷം 50 വർഷത്തിനിപ്പുറമായി ഇവിടുത്തെ പഴയകാല ഈ ക്ഷേത്രം സാമൂതിരി കോവിലകം രാജാവിന്റെ, അതായത് അവരുടെ വകയായിട്ടുള്ളതും അവരിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ അയാളതിന്റെ ഊരാളനാണ്. അദ്ദേഹത്തിന്റെ അനുജനിൽ നിന്നും ഈ സാമൂതിരി കോവിലകത്തിൽ നിന്ന് കൈപ്പറ്റിയ കച്ചീട്ട് പ്രകാരം ഈ ക്ഷേത്രവും
അവിടെ ഒരു വേറെ കുറച്ച് തൊട്ട അമ്പലത്തിലായിട്ട് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ഈ രണ്ട് ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള വിളക്കുകള്, ചെറിയ കാൽ വിളക്കുകള്, ചെറിയ മണികള്, ഇതെല്ലാം അവരിവിടേക്ക് സാമൂതിരി കോവിലകത്ത് നിന്ന് ഇവിടേക്ക് തന്നതായിട്ടുള്ള കച്ചീട്ട് പ്രകാരം ഗോപാലകൃഷ്ണൻ നായരാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അയാൾ വഹിച്ചിരുന്നത്. അയാൾ മരിക്കുന്നവരേക്കും ഈ ക്ഷേത്രത്തിന്റെ എല്ലാവിധത്തിലുമുള്ള ഉന്നമനത്തിനായിട്ട് അയാൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അത് കൊടുത്ത ശേഷം 1962 ആണ് ഈ കച്ചീട്ട് പ്രകാരമുള്ള വസ്തുവകകൾ ഇവിടെ പിന്നെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇദ്ദേഹം അത്യാവശ്യം ഇവിടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് കയറാട്ട് കുഞ്ഞികൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ ഒരാളും അയാളിൽ നിന്ന് തുടർ കാലയളവിൽ ഉണ്ണികൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ ഒരാളും അവിടെ നിന്ന് കാലക്രമേണ പലരുടെ കൈകളിൽ കൂടെയും ഈ ക്ഷേത്രം ഭരണ സംവിധാനം കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ യാതൊന്നും വരുമാനവുമില്ല. ഈ സാധാരണക്കാരായ ആളുകളുടേതായ ഒരു കൂട്ടായ്മ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലം പുതുക്കി പണിയുന്നതിനോ അന്നത് ചെയ്യുന്നതിനോ യാതൊരു സഹായ സഹകരണവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തുടർന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഈ നാരായണൻകുട്ടി എന്ന മുത്തുകുട്ടൻ നായർ, പത്മാലയ നാരായണൻകുട്ടി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഈ ക്ഷേത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞ ആള് നമുക്കതൊക്കെ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ കൊടുക്കുകയും ഈ ക്ഷേത്രത്തിൽ ധാരാളം വിശ്വാസികൾ വന്നു പോകുന്നുണ്ടെന്നും വരുന്ന വിശ്വാസികൾക്ക് തൊഴാനും അതിൻ്റെതായ മറ്റു സൗകര്യങ്ങൾക്കും പ്രാതിഥ്യം ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം 2009 പിന്നെ നടത്താൻ നിശ്ചയിക്കുകയും ചെയ്തു. 2009 ഈ ക്ഷേത്രം പല പ്രതിസന്ധികളും കടന്നുകൊണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ കൃത്യമായി നടത്തുകയും ചെയ്യുകയുണ്ടായി. ഈ ചെയ്തിട്ടുള്ള ക്ഷേത്രത്തിന് പിന്നെ അന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു വരുമാനമോ ക്ഷേത്രത്തിലേക്ക് കാര്യമായിട്ടുള്ള യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഭക്തന്മാർ അറിഞ്ഞു തരുന്ന കാണിക്ക കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ നിത്യനിദാന ചെലവുകൾ നടന്നു വരുന്നത്. പുറത്തുനിന്ന് ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റി എവിടെ പോയിട്ടും ഒരു വിരിവും പിരിക്കാറില്ല. എന്നാൽ ഈ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ആള് ഇവിടെ ഭരണ സംവിധാനത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ അദ്ദേഹത്തിന്റെ സഹായികളായി ഞങ്ങളൊരു കമ്മിറ്റി രൂപപ്പെട്ടു. ആ കമ്മിറ്റി രൂപപ്പെട്ടതിൽ ഈ കമ്മിറ്റിയിലുള്ള ഊർജ്ജസ്വലരായ കുട്ടികളെല്ലാവരും, ചെറുപ്പക്കാരെല്ലാവരും ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായിട്ടും ക്ഷേത്രത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും കലശമായി ബന്ധപ്പെട്ടും എല്ലാം പ്രവർത്തനം എടുക്കുകയും അവർ ശക്തമായിട്ടുള്ള ഒരു കമ്മിറ്റി, അതിനോടൊപ്പം ഒരു മാതൃസമിതി, ഇത് രണ്ടും രൂപീകരിച്ച് ക്ഷേത്രത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. എന്നാൽ ആ കമ്മിറ്റി തുടർന്ന് അവിടെ നിന്ന് പ്രവർത്തനങ്ങളായി പ്രത്യേക ചില സാങ്കേതിക പല കാരണങ്ങളാലും ഇവിടെ പിന്നെ പല തടസ്സങ്ങളും നേരിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ. എന്നിരുന്നാൽ പോലും ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായി ഈ കമ്മിറ്റി അസാധ്യ പരിശ്രമം ചെയ്യുകയും ആ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ക്ഷേത്രത്തിന്റെ വികസന കാര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന ഈ വെറും ഒരു തിരി കത്തിച്ചുകൊണ്ടിരുന്ന ഈ അമ്പലം ഒരു ശ്രീകോവിലാക്കി മാറ്റുകയും ആ ശ്രീകോവിലിന് ശേഷം അവിടുത്തെ എല്ലാ ചടങ്ങുകളും, ഞാനിവിടെ ഒരു 50 കൊല്ലം മുമ്പ് ഇവിടെ ഭരണിവേല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒരാഴ്ച ഈ അതാത് കാലത്ത് ആ വലിയാറാട്ട് ചെറിയറാട്ട് അങ്ങനെയുള്ള ഒരു ചടങ്ങ് അന്ന് കുറഞ്ഞ ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ പിന്നീട് ഈ വിപുലീകരിച്ച ഞങ്ങളുടെ കമ്മിറ്റി വന്ന ശേഷം, ഞാനതിൽ ഖജാൻജിയാണ്, കൃത്യമായ അന്ന് മുൻപ് ഭരിച്ചിരുന്നവരൊന്നും കൃത്യമായ ഒരു കണക്കോ ഒരു സെറ്റിൽമെന്റോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഞങ്ങൾ ചേർന്ന ശേഷം, ഞങ്ങൾ ഈ കമ്മിറ്റി രൂപപ്പെടുത്തിയ ശേഷം ശക്തമായ കണക്കുകൾ, ഓഡിറ്റ് ചെയ്ത കണക്കുകളും വ്യക്തമായ നിലപാടുകളും എല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ ക്ഷേത്രം തന്ത്രി പനാവൂർ മനക്കൽ നാരായണ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലും ഉത്തമ താല്പര്യത്തോടെയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് മാത്രമാണ് ക്ഷേത്ര കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സദാ ശ്രദ്ധയുണ്ട്. അനുഷ്ഠാന ചടങ്ങുകളിലും മറ്റും എല്ലാത്തിലും. പിന്നെ ഇവിടെ ഉള്ളത് ഒരു പാതിച്ചൊവ്വ തുടങ്ങി പാതിച്ചൊവ്വ, ആനയൂട്ട്, ഒരുപാട് ആഘോഷ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരു വിവരാവകാശ പ്രവർത്തകയും കേരള സ്റ്റേറ്റ് ലീഗൽ അതോറിറ്റിയിൽ പണിയെടുക്കുന്ന ഒരാളുമാണ്. ഇപ്പത്തിരി ദേഹസുഖമില്ലാത്തത് കൊണ്ട് റെസ്റ്റിലായിട്ട് ഇരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ഷേത്രത്തിൽ കയറി അന്ന് മുതൽ A to Z വരെയുള്ള കണക്കുകളും കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടെ മുന്നോട്ട് പോകുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വയ്യെങ്കിലും കൃത്യമായിട്ട് ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഊന്നാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഭഗവതിയുടെ കൃപയും കടാക്ഷവും കൊണ്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.